ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു റോസ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് എങ്ങനെ നടുന്നതും എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ റോസ ഗ്രാഫ്റ്റ് ചെയ്തതാണെങ്കിൽ പോലും ഇതിൻ്റെ കമ്പുകൾ നട്ടാൽ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. സാധാരണ നാടൻ റോസകളെ പോലെ തന്നെയാണ്. തീർച്ചയായും നാടൻ റോസകളെ പോലെയാണെങ്കിൽ ചെടിച്ചട്ടിയിൽ നടുന്നതിനേക്കാളും നല്ലത് നിലത്ത് നടുന്നത് തന്നെയാണ്. ഇതാ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇളം ക്രീം കളറിലുള്ളതും യെല്ലോ കളറിലുള്ളതായിട്ടുള്ള 2 റോസകളാണ്. ഇത് സാധാരണ റോസാപ്പൂക്കളെക്കാളും നല്ല വലിപ്പമുള്ളതാണ്. ഈ റോസയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത റോസയെ പോലെയല്ല, വലിയ തടി ഉണ്ട്. റോസയുടെ വലിയ തടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള റോസയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പൊക്കൊന്നും വയ്ക്കത്തില്ല, എന്നാലും കുഴപ്പമില്ലാതെ ഇങ്ങനെ നല്ല രീതിയിൽ വീതിയായിട്ട് ശിഖരങ്ങളൊക്കെ വീശി വളരുന്ന ഒരു റോസയാണ്. ഈ റോസ നടുന്നതിന് ആദ്യം ചെയ്യേണ്ടത് നല്ല വാവട്ടമുള്ള വീതിയുള്ള ഒരു കുഴിയെടുത്ത് അതിലേക്ക് റോസ കവർ ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയും ജൈവവളവും ഇട്ട് കൊടുക്കുക. വേറെ വളമൊന്നും ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇതുപോലെ നല്ല വീതിക്ക് തടം എടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, റോസയ്ക്ക് നല്ലതുപോലെ വേരോടുന്നതിന് വേണ്ടിയാണ്. അതുമാത്രമല്ല, ഇതുപോലെ വലിയ റോസാപ്പൂക്കൾ ഉണ്ടാകുന്നതിന് സഹായകമാകും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി പുതിയൊരു ചെടിയുടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.